കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാവരും ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിനുശേഷം നിരവധി പേരാണ് പലരുടെയും പേര് ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പല സംവിധായകന്മാരുടെ പേരും പല നടന്മാരുടെ പേരും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഏറ്റവും അതിൽ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു സംവിധായകൻ രഞ്ജിത്തിന്റെ പേര്. ഒരു നടിയല്ല, പലരുമായിരുന്നു രഞ്ജിത്തിനെതിരെ പരാതിയുമായി എത്തിയിരുന്നത്. ഇടയ്ക്ക് ഒരു കേസിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുമായും ആരോപണത്തിനെതിരെയായി തന്നെ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ കോടതിയിൽ എത്തിച്ച ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. എന്നാൽ അതേസമയം അവിടെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും അവിടെ ശ്രദ്ധിച്ചിരുന്നത് ദിലീപിന്റേതാണെന്ന് തോന്നിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വാഹനമാണ്. ദിലീപിന്റെ വാഹനം ആരാധകർക്കറിയാം. അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നുണ്ട് അവിടെ ദിലീപിന്റെ വാഹനം ഉണ്ടായിരുന്നുവെന്ന്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചൊരു വ്യക്തിയാണ് രഞ്ജിത്ത്. ആ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്ത് അവിടെ കോടതിയിൽ കയറുന്നതും ചോദ്യം ചെയ്യലിനുമൊക്കെ പോകുന്നതും കാണാനായി ദിലീപ് അവിടെ കോടതി വളപ്പിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഇതുവരെ ദിലീപ് തെറ്റ് ചെയ്തു എന്ന് പൂർണ്ണമായി കോടതിക്ക് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ വാദിക്കാനോ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇതുവരെ ദിലീപ് നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ കുറ്റവാളിയാണെന്നോ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യുന്നത്. അങ്ങനൊരു സാഹചര്യം നിലവിൽ നിൽക്കവേ തന്നെ ദിലീപിനെ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരുപാട് പേർ ഇപ്പോൾ ഈ കേസിൽ കുടുങ്ങും. അത് കാണാനാണ് ദിലീപ് അവിടെ എത്തിയതെന്ന് പറയുന്നു. ദിലീപ് ക്രൂശിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് സംവിധായകൻ രഞ്ജിത്ത്. ആക്രമിക്കപ്പെട്ട ഇരയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ രഞ്ജിത്ത് സംസാരിക്കവേ ഉണ്ടായി. ആ സമയം മുതൽ തന്നെ എല്ലാവരും ചോദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. രഞ്ജിത്ത് ഇത്രയും മോശമായിരുന്നുവെങ്കിൽ ഒരിക്കലും രഞ്ജിത്ത് ദിലീപിനെതിരെ നിൽക്കാൻ പാടില്ലായിരുന്നു. ആ കാണിച്ചത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും മറ്റുള്ളവരൊന്നും പരാതി തനിക്കെതിരെ കൊണ്ടുവരില്ല എന്ന് കരുതിയിട്ടാണോ രഞ്ജിത്ത് ഇങ്ങനെ പെരുമാറിയതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ദിലീപിന്റെ കാറ് അവിടെ കോടതി വളപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. ഇത് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിക്കുകയോ ഇത് ദിലീപിന്റെ കാറാണെന്ന തരത്തിലൊരു ഉറപ്പോ വന്നിട്ടില്ല. ചെറിയ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും അത് ദിലീപിന്റെ കാറാണ് എന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ദിലീപിന്റെ കാർ അവിടെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം കാർ ഒളിപ്പിച്ചിട്ടിരിക്കുന്നതായിരിക്കാം എന്നാണ് നിരവധി പേർ പറയുന്നത്. പക്ഷേ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയ സമയത്ത് അവിടെ ദിലീപ് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നവരുമുണ്ട്. ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ഒക്കെയായ രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. ബംഗാളി നടിയുടെ പരാതിയിലും കോഴിക്കോട്ടെ യുവാവിന്റെ പരാതിയിലും രഞ്ജിത്തിനെതിരെ 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2ലും രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. ചോദ്യം ചെയ്ത് വിട്ടയച്ചപ്പോൾ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പോലുമില്ല. ഒന്നും മിണ്ടാതെ മുഖം കുരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു രഞ്ജിത്ത് ചെയ്തത്. എന്തൊക്കെയായിരുന്നു രഞ്ജിത്ത് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്? ഘോരം പ്രസംഗിക്കുമായിരുന്നല്ലോ, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ ആ രഞ്ജിത്ത് എവിടെയാണ്? ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രഞ്ജിത്തിന് ഒന്നും സംസാരിക്കാനാകുന്നില്ല. അത് വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ രഞ്ജിത്ത് മാറണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.